നമസ്കാരം. അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയ അതിനൂതനമായിട്ടുള്ളൊരു പദ്ധതിയാണ് ലഹരി നിർമ്മാർജ്ജനവും അതിൻ്റെ അവബോധവും ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ലഹരിയാണ്. പ്രത്യേകിച്ച് ഏറ്റവും വളർന്നു വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അത് കാരണം തിന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സമൂഹ മാധ്യമത്തിലും പേപ്പറിലും കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് ഇതൊക്കെ യുവാക്കൾ എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ ആയിരുന്നെങ്കിൽ ഇന്നത് കുട്ടികളിലേക്കാണ് ഈ പറയുന്ന എന്താ പറയുക ലഹരിയുടെ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തടയുവാനായിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ നമുക്ക് അവബോധം സൃഷ്ടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മളൊരു തലമുറയെ തന്നെ കാറും തിന്നുന്ന നശിപ്പിക്കുന്ന ഈ വിപത്തിനെതിരെ അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ മുന്നോട്ട് വരികയാണ്. അവരുടെ പല പ്രവർത്തനങ്ങളിലും പല ക്യാമ്പയിനുകളിലും ഞാൻ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിംസ് മെഡിസിറ്റിയും അതോടൊപ്പം തന്നെ അനന്തപുരി സോൾജേഴ്സിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സൈക്കോളജി വിഭാഗം, സൈക്യാട്രി വിഭാഗം, അതുപോലെ ജനറൽ മെഡിസിൻ വിഭാഗം തുടങ്ങിയ വിഭാഗങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ എത്തുകയും ഗ്രൂപ്പ് കൗൺസിലിംഗ് വഴി നമ്മളിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗിൽ വിദ്യാർത്ഥികളെ നയിച്ചുകൊണ്ട് അവരെ ഈ പറയുന്ന തിരികെ ഒരു നടത്തം എന്ന നിലയിലേക്ക്, അതായത് തിരിഞ്ഞൊരു നടത്തം എന്ന രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും ഒരു കുട്ടിയെടുത്ത് ചോദിക്കാൻ നിനക്ക് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരി ഉണ്ടോ എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ കാണാൻ സാധിക്കുകയില്ല. അതേസമയം ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗിൽ കൂടെ പോകുമ്പം ഒരു കൗൺസിലിംഗ് കഴിയുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിനകം ആ കുട്ടിക്ക് ചിലപ്പോൾ രേഖകൾ പറയുന്നത് 16-17% കുട്ടികൾ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാൽ അവർ തുറന്നു പറയുമെന്നുള്ളതാണ്. അങ്ങനെ ഈ പറയുന്ന അനന്തപുരി സോൾജേഴ്സും നിംസിൻ്റെ സൈക്കോളജി വിഭാഗം കൂടി സംയുക്തമായിക്കൊണ്ട് ഈ മേഖലയിൽ മുന്നോട്ട് പോവുകയും എല്ലാ സ്കൂളുകളും റെസിഡൻസ് അസോസിയേഷൻസ് എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നൊരു കോൺസെപ്റ്റ്, സൈക്കോളജിക്കൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന രീതിയിൽ മുന്നോട്ട് പോയി വിദ്യാർത്ഥികളെ അങ്ങനെ എന്തെങ്കിലും വിദ്യാർത്ഥികളെ കണ്ടെത്തുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് അവരെ നേരായ മാർഗത്തിലേക്ക് നയിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് തുടങ്ങി അത് സമൂഹത്തിലേക്ക് വ്യാപിച്ച് അത് ദേശത്തേക്ക് പ്രചരിപ്പിച്ച് രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള കുരുന്നുകളായി സിറ്റിസനായി വാർത്തെടുക്കുക എന്നുള്ളതാണ് അനന്തപുരി സോൾജേഴ്സിൻ്റെയും നിംസ് മെഡിസിറ്റിയുടെയും ഈ ഒരു ഉദ്യമം. എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും സപ്പോർട്ടും ഈ ഒരു ഉദ്യമത്തിൽ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.